ഈ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗമില്ലെന്ന് BJP സ്ഥാനാർത്ഥി തന്നെ തുറന്നു പറയുന്നു. BJPക്കാർ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാക്കാണ് മോദി തരംഗം. ആ മോദി തരംഗം ഇല്ലെന്ന് BJP സ്ഥാനാർത്ഥി തന്നെ പറയുമ്പോൾ അതിനെ നിസാരവൽക്കരിക്കരുത്. അവർ പറഞ്ഞത് പച്ചയായ യാഥാർത്ഥ്യമാണ്. മഹാരാഷ്ട്രയിലെ അമരാവതി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ നവനീത് റാണയാണ് ഈ സത്യം തുറന്നു പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. ഇത് ആയുധമാക്കി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം അമരാവതിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു നവനീത് റാണ ഈ വിവാദ പ്രസ്താവന നടത്തിയത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേരിടുന്നത് പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടണം. ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് തന്നെ എല്ലാ വോട്ടർമാരെയും ബൂത്തുകളിൽ എത്തിക്കണം. 2019 മോദി തരംഗമുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഞാൻ അന്ന് വിജയിച്ചുവെന്ന് നവനീത് തുറന്നടിച്ചു. 2019 NCPയുടെ പിന്തുണയോടെ വിജയിച്ച നവനീത് പിന്നീട് BJPയിൽ ചേരുകയായിരുന്നു. നവനീത് പറഞ്ഞത് സത്യമാണെന്നും വോട്ടർമാരുടെ മാനസികാവസ്ഥയാണ് പ്രസംഗത്തിലൂടെ പ്രതിഫലിച്ചതെന്നും പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാടി പരിഹസിച്ചു. നവനീതിൻ്റെ പ്രസംഗം BJP അണികളെ പരിഭ്രാന്തരാക്കിയെന്നും സംസ്ഥാനത്തെ 45 സീറ്റുകളിലും പ്രതിപക്ഷ സഖ്യം വിജയിപ്പിക്കുമെന്ന് ശിവസേന MP സഞ്ജയ് റാവത്തും പങ്കുവച്ചു. നവനീത് പറഞ്ഞത് വാസ്തവമാണെന്നും അതിനാലാണ് മറ്റു പാർട്ടികളിലെ നേതാക്കന്മാരെ BJPയിൽ എത്തിക്കുന്നതെന്നും NCP വക്താവ് മകേഷ് തവസയും വിമർശിച്ചു. കേരളത്തിലും സംഘികൾ പ്രചരിപ്പിക്കുന്നത് മോദി തരംഗവും മോദി ഗ്യാരണ്ടിയുമാണ്. ഇത് രണ്ടും കൂടെ ഏക്കത്തില്ല. ചാണകസംഖ്യകൾക്ക് ഇത്തവണയും 3ാം ബെഞ്ചിലിരിക്കാം. ചിലപ്പോൾ നോട്ടയ്ക്കും താഴെയായിരിക്കും. പണ്ട് BJPയുടെ താത്വിക ആചാര്യനായ രാജേട്ടൻ എന്ന രാജഗോപാൽ ഒരു തത്വം പറഞ്ഞു. കേരളത്തിൽ BJP വളരാത്തത് ഇവിടെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണെന്ന്. അതേ രാജേട്ട, കേരള ജനത മണ്ടന്മാരല്ല, വിദ്യാഭ്യാസമുള്ളവരാ. അവരെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല. വിവരവും വിദ്യാഭ്യാസമുള്ളവരാരും BJPയിൽ ചേരില്ല. ഈ പച്ചയായ യാഥാർത്ഥ്യം രാജേട്ടൻ തുറന്നു പറഞ്ഞപ്പോൾ കേരള സമൂഹം കൈയടിച്ചാണ് സ്വീകരിച്ചത്.